പുലിപ്പേടിയിൽ പത്തനംതിട്ട കോന്നി കലഞ്ഞൂർ നിവാസികൾ കഴിഞ്ഞ ദിവസമാണ് വളർത്തുനായയെ പിന്തുടർന്നെത്തിയ പുലി സതീഷ് രേഷ്മ ദമ്പതികളുടെ വീട്ടിലേക്ക് ഓടിക്കയറിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വീട്ടിൽ പുലി വന്ന് ഞാൻ പറഞ്ഞു പോടാ പിന്നെ കാര്യം നോക്കി ഇപ്പം തമാശ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഭാര്യയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തപ്പോഴാണ് പറയുന്നത് ഇതുപോലെ പുലി വന്നതാണ്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇത് വന്ന് കാണുന്നത്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ മുകളിൽ താമസിച്ചിരുന്നത്. പക്ഷേ അവിടെ ആനശല്യം കാരണമാണ് ഇപ്പം ഇങ്ങോട്ട് ആളുള്ള ജനവാസമായിട്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവിടെ ആകുമ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാടകയ്ക്ക് തൽക്കാലം ഇങ്ങോട്ട് മാറിയത്. അപ്പം ഇവിടെ വന്നപ്പം പുലിയെ പേടിയാണ്. മറ്റേ എനിക്ക് ഇതിലും ഭേദം ആനയായിരുന്നു തോന്നുന്നു. ഇപ്പം 3 മണിക്ക് പകൽ വന്ന് വീട്ടിൽ കയറാമെന്ന് പറഞ്ഞാൽ അതിച്ചിരി പേടിയുണ്ടാക്കുന്ന കാര്യം തന്നെ. ഇവിടെ യാത്രാ സൗകര്യം പോലും വളരെ പരിമിതമാണ്. അതോടൊപ്പം തന്നെ ജോലിക്ക് പോയിട്ട് പകൽ പോലും വന്ന് വീട്ടിൽ വന്ന് കയറാനൊക്കാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഈ വീട്ടുകാർ തന്നെ ആനയെ പേടിച്ചാണ് 1 കിലോമീറ്റർ അപ്പുറത്തു നിന്നുള്ള വീട് കിളിയർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ പുലിയുടെ പേടി. ഇനിയിപ്പം ഇവിടെ നിന്ന് പേടിച്ചിനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഈ പുലി ഇന്നലെ ഒന്നുമല്ല, പണ്ട് പുരാണ കാലം തൊട്ടേ ഈ പുലി ഇവിടെ വട്ടമലയിലും ഈ തെക്കേ പോത്തുപാറയിലും അതുപോലെ തന്നെ കൃഷ്ണൻ്റെ അവിടെയും ഈ അച്ചൻകുയ്വാനം ഇവിടെ മൊത്തം കിടക്കും. ഇവിടെ എല്ലാം ഉണ്ട്, പുലിയുടെ ശല്യമുണ്ട്. പേടിച്ച മനുഷ്യൻ പട്ടിയൊക്കെ ഒത്തിരി കൊണ്ടുവരുന്നുണ്ട്. ഏറെ ആശങ്കയിലാണ് കലഞ്ഞൂർ നിവാസികൾ. അവിടെ നിന്ന് ശ്രീരാജ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. കോന്നി കലഞ്ഞൂർ പൂമരുതിക്കുഴിയിലുള്ള ഈ വീട്ടിലാണ് ഇന്നലെ വൈകിട്ട് 3:30 മണിയോടുകൂടി പുലി ഓടിക്കയറിയത്. ഇത് വീടിന് പിൻവശത്തെ അടുക്കളയുടെ വാതിലാണ്. ഈ ഭാഗത്തേക്കാണ് പുലി വീടിന് പിൻഭാഗത്ത് നിന്നും ഓടിക്കയറിയത്. ഈ വീട്ടിൽ ഈ പുലി വരുന്ന സമയം ഈ അമ്മയും രണ്ട് കുട്ടികളുമാണ് വീട്ടിലുള്ളത്. അതിൽ ഒരു കുട്ടിയും അമ്മയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പേടിച്ചു പോയല്ലേ? എന്താ സംഭവിച്ചത്? പേടിച്ചു പോയി. സാധാരണ എന്തോ പറയാനേ പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മൂത്ത ആളെ വിളിക്കാനൊക്കെ കൊണ്ട് തുടങ്ങുമായിരുന്നു. ഞാൻ ഇരുന്നിട്ട് സമയം നോക്കുമ്പോൾ അന്നേരം 3 മണിയായി. അപ്പം 3:30 മൂത്ത ആളെ വിടുന്നത്. വെളിയിലൊക്കെ ഇറങ്ങി മുറ്റത്തൊക്കെ പോയിട്ട് സാധാരണ ആ ഒരു സമയം എപ്പോഴും കുഞ്ഞ് വെളിയിലിരിക്കേണ്ടതാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോഴേ പട്ടിയും പുറത്തിറങ്ങും. പട്ടി ഈ പെര വിട്ടെങ്ങും പോകത്തില്ല. അതുകൊണ്ട് വേറെ പട്ടികൾ വരുമെന്ന് പേടിക്കുകയും വേണ്ട. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ പുറത്തോട്ട് എൻ്റെ കൂടെ ഇവളും ഇറങ്ങി, അവനും ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ച് കയറി വന്നപ്പോൾ കുഞ്ഞ് എൻ്റെ പുറകെ കയറി അകത്തോട്ട് വന്നു. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ സമയം നോക്കി. ഇപ്പോൾ 3:15 ആ ഒരു ടൈമായി. അന്നേരം ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പട്ടി ഭയങ്കര കരച്ചില്ല. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ സമയത്ത് ഞാൻ ഓടി വന്ന് ആ പട്ടി കിടക്കുന്ന ഭാഗത്തോട്ട് വന്ന് നോക്കിയപ്പോൾ പട്ടി ഓടി വന്ന് എന്നെ കയറി പിടിക്കുകയും എന്തോ ഒരു സാധനം പെട്ടെന്ന് മിന്നായം പോലെ കണ്ടുള്ളൂ. പെട്ടെന്ന് ഞാൻ ഈ പട്ടി എടുത്ത് തൂക്കിയ പെരക്കകത്തോട്ട് എറിഞ്ഞ് ഞാൻ കതവടച്ച് വലിയവായ കിടന്ന് ബഹളം വെച്ച്. അലക്കാൻ നിന്നില്ല, ബഹളം വെച്ച് കതവിനെ അടിച്ചൊക്കെ ഓടിച്ച്. കുറേ നേരം കഴിഞ്ഞിട്ട് ആവിയില്ല അനക്കം ഇല്ലാതായപ്പോൾ ഞാൻ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ ഒന്നുമില്ല. അങ്ങനെ ഉറപ്പാക്കിയിട്ട് ഞാൻ കുഞ്ഞിനെ ഇന്നലെ വിളിക്കാൻ പോകാൻ താമസിച്ചു. ഞാൻ 4 മണിയായി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഞാൻ ആ ബഹളമൊക്കെ കഴിഞ്ഞ് 4 മണിയായി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് കുറേ ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ അറിയാവുന്നൊരു ചേച്ചി ചോദിച്ചു, എന്ത് ഇങ്ങനെ ഭയന്ന് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ചേച്ചി എന്തുവാന്നറിയത്തില്ല, എൻ്റെ പട്ടിയെ കയറി പിടിക്കാൻ പെരക്കകത്ത് കയറി. അന്നേരം ചേച്ചി പറഞ്ഞു, നീ ആരെങ്കിലും വിളിച്ച് കാണരുക, 2 ആഴ്ചക്ക് മുന്നേ ഇവിടെ ഇങ്ങനെ ആടിനെ പിടിച്ചതെന്ന് പറഞ്ഞു. അതാണ് സംഭവിച്ചത്. ഈ പട്ടി വീട്ടിൽ വളർത്തുന്ന നായയാണ്. ഇവൻ്റെ പുറകെയാണ് ഈ പുലി ഓടി വന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകളടക്കം ഈ വന്ന ജീവിയുടെ കാൽപ്പാടുകളടക്കം പരിശോധിച്ച ശേഷം അത് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ഇനി കൂടടക്കം സ്ഥാപിച്ചുകൊണ്ട് ഈ പുലിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യമൃഗ ശല്യം രൂക്ഷമാവുകയാണ്. പുലിയുടെ സാന്നിധ്യം ഇപ്പോൾ വീണ്ടും കോന്നി ഭാഗത്ത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു.